മുത്തണ്ണ എനിക്കൊരു 60,000 രൂപ തരുമോ? ഒരു മിനിറ്റ്. എന്താ ഇവിടെ വച്ചായിരുന്നു? എന്താന്ന് പറ. ഞാൻ ഇന്നലെ ഒരു 2 ലക്ഷം രൂപ ഇവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അതെവിടുന്നാ? അത് ഇന്നലെ ഞാൻ റോഡ് സൈഡിൽ കൂടെ നടന്നു പോയപ്പോഴത്തേക്ക് ആകാശത്ത് നിന്ന് പൊട്ടി വീണായിരുന്നു. ഇവിടെ മനുഷ്യർ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോഴാണ് അവിടെ 60,000 രൂപ. കാര്യം എന്താന്ന് കേക്ക്. എനിക്കൊരു കാര്യം കേൾക്കണ്ട. എന്റെ കാശില്ല, പിന്നെ അവിടെ നിന്ന് തരും. എനിക്ക് വേണ്ടിട്ടല്ല. പിന്നെ ആർക്ക്? എന്റെ അച്ഛനാ. എന്നാ പിന്നെ ഒട്ടുമില്ല. മിണ്ടാ പ്രാണികളെ കറണ്ട് അടുപ്പിച്ച് ഉടനെ അയാൾക്ക് 60,000 രൂപ കൊടുത്താലേ പിന്നെ ഞാൻ തോന്നുന്നു മൃഗസ്നേഹി. അത് മനഃപൂർവ്വം ചെയ്തല്ല, പറമ്പിലേക്ക് ബൾബ് ഇടാൻ വേണ്ടി വയറ് വലിച്ചോ പറ്റിയാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇത് ശരിക്കും അത്യാവശ്യത്തിനാ. എനിക്ക് അങ്ങനെ വിശ്വാസമല്ല. പോ. അത്യാവശ്യമാന്ന്. എന്റെ കാശില്ല, പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തെടുത്ത് തരും. അത്യാവശ്യം അയാളുടെ അത്യാവശ്യമൊക്കെ എനിക്കറിയാം എന്താണെന്ന്. സ്വർണ്ണ മോതിരം വാങ്ങിക്കല്, സിൽക്ക് ഷർട്ട് ഇടല്, മണകണ സോപ്പ് വാങ്ങിക്കല്, മണകണ സോപ്പ് വാങ്ങിക്കല്. ഒരു പ്രാവശ്യം സ്വർണ്ണമോതിരം മേടിക്കാൻ വേണ്ടി ഒരു 15,000 രൂപ ചോദിച്ചാൽ അത് ശരിയാ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അത് പറഞ്ഞ് കളിയാക്കണോ? എന്തൊക്കെ പറഞ്ഞു തന്നാലും എനിക്ക് അങ്ങനെ വിശ്വാസം ഇല്ല. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ വിശ്വാസം ഉണ്ടോ? എന്തോന്ന് ചോദ്യം? അല്ല, വിശ്വാസം ഉണ്ടോ ഇല്ലയോ? അത്യാവശ്യം വിശ്വാസമൊക്കെ ഉണ്ട്. ഭിന്നശേഷിക്കാർക്ക് കൊടുക്കാനുള്ള സ്കൂട്ടർ മേടിക്കാൻ വേണ്ടിട്ട് ഇതിലെ ഞൊണ്ട് നടന്ന നിങ്ങളുടെ അച്ഛനെ വിശ്വസിക്കാമെങ്കിലേ എന്റെ അച്ഛനെ വിശ്വസിക്കാം. കേട്ടി തരും കേട്ടോ. ഞാൻ അത് സ്വന്തം അച്ഛനെ പറഞ്ഞപ്പോ നൊന്തോ നിങ്ങക്ക്? അതുപോലെ തന്നെ എല്ലാവർക്കും. എന്തൊക്കെ പറഞ്ഞു തന്നാലും അങ്ങനെ കയ്യിൽ കാശ് കൊടുക്കാൻ വേണ്ടിട്ട് 60,000 രൂപ എന്റെ കയ്യിലില്ല. പോ. അപ്പൊ കാശില്ലാത്തല്ല കുഴപ്പം. പിന്നെ പൂത്തി വെച്ചോണ്ടിരിക്കുക. പൂത്തി ഇവിടെ അവിടെ പുറത്തൊക്കെ കെട്ടിയിട്ടേക്കണം. പോയി എടുത്തോ. ഒന്നുമില്ലല്ലോ, ഇവിടുത്തെ അച്ഛന്റെ ഫോണല്ലേ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാശില്ലാന്ന് പറഞ്ഞപ്പോ കേട്ടൂടെ? അത് മനസ്സിലാക്കുക. എന്താണ് ഇത്ര പാട്? എടി എന്റെ കാശില്ലെന്ന്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ സ്വർണ്ണം വിറ്റിട്ട് കൊടുത്തോളാം. അതങ്ങനെ ഈ സ്വർണ്ണം വിറ്റിട്ട് നിന്റെ അച്ഛന് സ്വർണ്ണം വാങ്ങിക്കാൻ കാശൊന്നും കൊടുക്കാൻ പറ്റില്ല. സ്വർണ്ണം വാങ്ങാനല്ലാതെ എത്ര വർഷം പറഞ്ഞു? പിന്നെ എന്റെ അച്ഛനൊരു അത്യാവശ്യമുണ്ട്, ഞാനത് വിൽക്കും. നീ വിൽക്കൂല? അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛൻ തന്നതല്ലേ. നിന്റെ അച്ഛൻ നമുക്കായിട്ട് തന്നെയാണ്, അത് തിരിച്ചു കൊടുക്കണത് ശരിയല്ല. അയ്യടാ, അത് കൊള്ളാലോ. ഞാൻ വിൽക്കുന്നു പറഞ്ഞാൽ വിൽക്കും. നീ വിൽക്കൂല? ഞാൻ വിൽക്കും. വിൽക്കൂല? അത് തന്നെ. ഊരും കൊണ്ട് ഊരത്. എന്തിന്? അത് ആദ്യം നീ ഊര്, എന്നിട്ട് പിന്നെ ബാക്കി പറയാം. അല്ലെങ്കിൽ എന്തിനാ ഊരുന്നേ? ഞാൻ ആദ്യം ഊരത് ഊരടിക്കൂട്ടെ. അയ്യോ, ഊരടി എന്ത് സ്വഭാവം ഈ കാണിക്കുന്നേ? കൈ വേനെടുക്കുന്നു. കൈ വേനെടുക്കുന്നു മനുഷ്യ. അയ്യോ അച്ഛ അമ്മേ, എന്തൊരു കാണിക്കാൻ പറ്റില്ലെന്ന് വിട്. അയ്യോ, കൈ വേദന എടുക്കണം. എനിക്ക് ശരിക്കും വേദന എടുക്കണം കേട്ടോ. കൈ വേദന വള ഊരിയെടുക്കാൻ നോക്കൂടാ. എന്തൊരു സോം ചേട്ടാ, സ്വന്തം ഭാര്യ വള പിടിച്ചിറക്കി ഓടിക്കാനേ സുമേഷിനെ കിട്ടുന്നില്ല ചേട്ടാ. ഞാൻ ഊരിത്തരാം. എന്തൊരു സ്വഭാവം ചേട്ടാ ഇത്. അവളിതെല്ലാം കൂടെ വാരിക്കൊണ്ട് അവളെ അച്ഛനും കൊണ്ടുപോയി കൊടുക്കാൻ പോണത്. എന്റെ അച്ഛനൊരു ആവശ്യം വന്നാ പിന്നെ ഞാനല്ലാതെ ആരാ കൊടുക്കണ്ടേ? നിന്റെ അച്ഛന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ അനിയ എടുത്തോണ്ടല്ലോ നിന്റെ ചേട്ടൻ, അവന്റെ അടുത്ത് പോയി പറ. പഞ്ചായത്ത് പ്രസിഡന്റ് അവൻ വാങ്ങിച്ചു കൊടുക്കും. ചേട്ടൻ ഇപ്പൊ ഇത്ര ടൈറ്റാ? ചേട്ടന് ടൈറ്റ് ആണെങ്കിൽ ലൂസ് ആയിരിക്കുന്ന സമയത്ത് കൊടുത്താൽ മതി. ആണല്ലോ ഇങ്ങനെ കുടുംബക്കാരെ കുറ്റം പറയാം. എന്ത് കുഴപ്പം? ഭാര്യയുടെ വളയും പിടിച്ചു പറിച്ച് ഒരു ഭാര്യയുടെ വളയും ഞാൻ പിടിച്ചു പറിച്ചില്ല. കഷ്ടം തന്നെ, വളരെ കഷ്ടം. അത് കുറെ അഴിമതിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവന്റെ ഇഷ്ടമല്ല കാശ് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി. നിന്റെ അടുത്തല്ല, ഞാൻ ചേട്ടത്തി ഒരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് നീ എന്താ അറിയണ്ടേ? എന്തോ ചേട്ടത്തിന്റെ പ്രശ്നം? ചേട്ടത്തിന്റെ അച്ഛനിപ്പോ എന്തോ പൈസ ആവശ്യം? കാര്യമൊന്നും പറഞ്ഞില്ല, എന്തോ ഒരു അത്യാവശ്യത്തിനാന്നേ പറഞ്ഞുള്ളൂ. എന്നിട്ടാണോ ചേട്ടാ ഈ വൃത്തിയുടെ പരിപാടിയൊക്കെ അവിടെ കാണിച്ചു കൂട്ടിയത്? എന്റെ അച്ഛൻ എന്തെങ്കിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് അച്ഛൻ ആർഭാടം കാണിക്കാനാണ് പുള്ളി പറയുന്നത്. എന്തോ അങ്ങനെ പറഞ്ഞ? എന്തോ അത് പിന്നെ അച്ഛൻ ഒരു ദിവസം അർദ്ധരാത്രി ഒരു 12 മണി ആയപ്പോഴത്തേക്കും വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. അതിപ്പോ അത്യാവശ്യം ആയി കഴിഞ്ഞാൽ പിന്നെ രാത്രി 12 മണി വിളിക്കാതിരിക്കാൻ പറ്റൂ? അല്ല, എന്തോ അത്ര അത്യാവശ്യം അവിടെ? അച്ഛനൊരു സ്വർണ്ണമോതിരം മേടിക്കാനായിരുന്നു. ഒരു സ്വർണ്ണമോതിരം മേടിക്കാനായിരുന്നു. ഇതിപ്പോ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, ഒരു പ്രാവശ്യം അങ്ങനെ കാണിച്ചെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഇത് ശരിക്കും അത്യാവശ്യമായിരിക്കും. നിന്റെ അടുത്തുണ്ടായിരിക്കും ഒരു 60,000 രൂപ എടുക്കാൻ. ഇതാ ഞാൻ ആരുടെ അടുത്ത് വിഷമം ചോദിക്കാൻ പോവാത്ത. പോവല്ലേടാ എന്റെ പൊന്നു ചേട്ടത്തി, ഈ 60,000 രൂപയ്ക്ക് എത്ര പൂജ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് കണ്ടിട്ടില്ല. നിന്നെ ഒന്നും കൊണ്ട് ഒരു ഉപയോഗമില്ലല്ലോടാ. അല്ലെങ്കിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, എനിക്കിങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഇറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചേട്ടത്തി അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇവിടെ പണിയെടുക്കാതെ ജീവിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. അത് ഉളുപ്പില്ലാത്തവർക്കല്ലേ? ഉളുപ്പുള്ളവർക്ക് അറിയത്തുള്ളൂ വരുമാനം ഇല്ലാത്തതിന്റെ വിഷമം എന്താണെന്നുള്ളത്. അയ്യോ നിങ്ങളൊക്കെ ഭയങ്കര ഉളുപ്പുള്ളവരുടെ. എന്തെന്ന് ചായക്കോ, ഞാൻ എന്റെ പാട്ടിന് പോകുന്നു.
ഞാൻ നോക്കട്ടെ, എനിക്കൊരു 60,000 രൂപ തരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും? ആകാശത്ത് ഇപ്പൊ പൊട്ടി വിരിയും. എടുത്തെടുത്തോ. ഇവിടെ നീ ആശാരെന്ന് സ്വർണ്ണ വാങ്ങിയെന്ന് സുമേഷ് പറഞ്ഞു. കുടുംബക്കാരെ പറയിക്കൂടെ? എനിക്ക് സ്വന്തമായിട്ട് വിഴുങ്ങാൻ വേണ്ടിയിട്ടല്ല, അവളെല്ലാം കൂടെ എടുത്തോണ്ട് അവളെ അച്ഛനും കൊണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചത്. ചേടാ എടാ, അവളുടെ സ്വർണ്ണം അവൾ ആർക്കും കൂടെ കൊടുക്കണ്ട. അത് നിനക്കെന്തടേ? അച്ഛൻ ഒരു കാര്യം ചെയ്യും, ഒരു 60,000 രൂപ എടുത്ത് അവൾക്ക് കൊടു. അപ്പൊ പ്രശ്നമെല്ലാം തീരും. നിന്റെ അമ്മായിയപ്പന് ഞാൻ എന്തിന്റെ പൈസ കൊടുക്കുന്നത്? എനിക്ക് അങ്ങനെ അറിയാം. അച്ഛന് കൊണ്ടുപോയി കൊടുത്തു. നാത്തൂൻ അവിടെ ബ്ലേഡ് ബേബിനെ വിളിച്ച് കാശ് ചോദിക്കുന്നു. അയ്യോ മാസം കൃത്യമായിട്ട് പലിശ കൊടുത്തില്ലെങ്കിൽ ബ്ലേഡ് വെച്ച് പോകുന്ന മനുഷ്യനാണിത്. അവൾ എവിടെ? അടുക്കള പുറത്തുണ്ട്. ആ ചേട്ടാ, അപ്പൊ ഞാൻ അവിടെ വന്ന് നാളെ മേടിച്ചാ മതിയോ? ആ അണ്ണാ പൈസ വേണ്ട, ഡീല് ക്യാൻസലാ. തിരിച്ചൊന്നും പറയണ്ട. ശരി എന്താ വഴി? പലിശ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ബ്ലൈഡ് വെച്ച ആള് പോർത്തരും. ആ പോരട്ടെ. പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പിന്നെ ക്യാൻസൽ ചെയ്താൽ അവന്മാർ ബ്ലേഡ് വെച്ച് പോറും. അത് ഒരു പ്രാവശ്യമല്ലേ പോറും, ഇത് മാസം വന്ന് പോറും. ശരിക്കും മാസത്തിൽ എത്ര പോറും? ശരി പൊടിയാണ്. നിങ്ങൾ ആരെങ്കിലും പിന്നെ എനിക്ക് പൈസ തരുമോ? അച്ഛൻ തരുമോ പൈസ? അച്ഛന്റെ പൈസ കാണണമെങ്കിൽ ബാങ്ക് ഇടിഞ്ഞു വീഴണം. അപ്പൊ ഞാൻ ബേബി ചേട്ടനോട് തന്നെ മേടിക്കും. എന്നിട്ട് ഞാൻ ജോലിക്ക് പോയി മാസം തിരിച്ചടയ്ക്കും. എന്താ ജോലിക്ക് പോകും? ഞാൻ എന്തായാലും ജോലിക്ക് പോകും. അല്ലാതെ എനിക്ക് പൈസ കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. പൈസ ഉണ്ടോന്ന് നീ നോക്കണം. വരുന്നുണ്ടോടി ജോലിക്ക്? നീ ജോലിക്ക് വരുന്നുണ്ടോന്ന്? കാലാവസ്ഥ ശരിയല്ല, പിന്നെ ഒരിക്കലാട്ടെ. ശവം. ഇപ്പൊ എന്നെന്തിനാ ശവന്ന് വിളിക്കുന്നത്? നിനക്ക് പറ്റിയ പേരാ. പോയച്ചാ ദേ പോന്നു. അതിന് നിങ്ങൾ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്? എടി ഞാനും ആ ബ്ലേഡ് ബേബിയും തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് മുട്ടിയതാ. എന്റെ മുതുക എനിക്ക് ഡെയിലി കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അയാൾ ഓർക്കാത്തത്. അതെന്താ? എടി അവൻ എന്റെ മുതുക മുഴുവൻ ബ്ലേഡ് കൊണ്ട് പോറിയിട്ടുണ്ട്. നിങ്ങൾ പൈസ വല്ലതും കടം മേടിച്ചായിരുന്നു? അതൊക്കെ വലിയൊരു കഥയാ. എന്നെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് അവൻ വെറുതെ വിടത്തില്ല. തൽക്കാലം നിങ്ങൾ അത്രയൊക്കെ അറിഞ്ഞാൽ മതി. അച്ഛാ, ഞാൻ ഒരു ഐഡിയ പറയാം. നാത്തൂന്റെ അച്ഛൻ ഈ പൈസ കൊടുക്ക്. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? പ്രോബ്ലം സോൾവ്. അതൊന്നും ശരിയാവില്ല. എന്താ? അയാൾ കാശ് തിരിച്ചു തരില്ല. പിന്നെ ആശയുടെ അച്ഛനായോട് തിരിച്ചു ചോദിക്കാനും പറ്റൂല. ചുമ്മാ കളിക്കല്ലോ അച്ഛൻ. മര്യാദയ്ക്ക് പൈസ കൊടുത്തോ. നാത്തൂൻ എങ്ങാനും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര മോശാ. ആർക്കടി മോശം? എനിക്ക് മോശം. 3 പിള്ളേരുള്ള നാത്തൂൻ ജോലിക്ക് പോയിട്ട് ഞാൻ ഇവിടെ വെറുതെ ഇരുന്ന നാട്ടുകാർ ചോദിക്കത്തില്ലേ? അത് ശരിയാ. ഋഷികേശ് എന്തിനാണ് ഇപ്പൊ 60,000 രൂപയുടെ ആവശ്യം? എനിക്കങ്ങനെ അറിയുന്ന. ഞാനും അത് ചിന്തിച്ചായിരുന്നേ. കാരണം കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ ചേട്ടൻ ആ സ്വർണം വിറ്റിട്ട് കാശ് കൊടുക്കത്തില്ലേ? പക്ഷെ ചേട്ടൻ കൊടുക്കുന്നില്ല. എന്തോ ഉണ്ട്. ഞാൻ നൈസായിട്ടൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കട്ടെ, സംഭവം എന്താണെന്നറിയാലോ. ഒന്നും വേണ്ട, അതൊന്നും ശരിയാകത്തില്ല. അതെന്താ ശരിയാവത്തെ? അച്ഛൻ അങ്ങോട്ട് വിളിച്ചേ. അതിൽ എഴുത പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നേരിട്ട് ഫോൺ വിളിച്ചാലേ അങ്ങനെ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ കൊടുക്കൂലേ? എന്നാ പിന്നെ അമ്മ വിളിക്കട്ടെ. പൊടി അവിടുന്ന് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്നാ പിന്നെ ഞാൻ വിളിക്കാം. നീ വിളിച്ച് അങ്ങനെ ഡൗട്ട് അടിക്കില്ലേ? എന്ത് ഡൗട്ട് അടിക്കാം? ഞാൻ ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്ത് തരാം. ആണോ? അപ്പൊ നീ വിളിക്കണേ. സെറ്റ്. ദേഹം വരുന്നുണ്ടോ? ഒന്നും മിണ്ടല്ലേ. അച്ഛാ, ഈ വീട്ടിൽ ഇത്തിരിയെങ്കിലും സ്നേഹമുള്ളത് ചേട്ടത്തിക്ക് മാത്രം എൻ്റെ അടുത്ത്. അതുകൊണ്ട് ചേട്ടത്തി ഈ അവസ്ഥയിരിക്കുന്ന എന്നെ കൊണ്ട് കാണാൻ വയ്യ. അച്ഛൻ എന്തെങ്കിലും ചെയ്തേ പറ്റും. നിനക്ക് കണ്ടോണ്ടിരിക്കാൻ വയ്യെങ്കിലേ നീ തന്നെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം കേട്ടോ. അതുകൊണ്ടല്ലേ അച്ഛനടുത്ത് ഞാൻ പറയാഞ്ഞേ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. എന്ത് നല്ല തങ്കപ്പെട്ട മനസ്സാ. പക്ഷേ അവക്ക് കൊടുക്കാൻ എന്റെ കാശില്ല. ഓഹോ, ഉറപ്പാന്നോ? ഉറപ്പാന്നല്ലേ? അതെ. എന്നാ പിന്നെ സുമേഷേ, ഈ നാട്ടിൽ പൈസ കൊടുക്കാൻ ആഗ്രഹമുള്ള വേറെ ആൾക്കാരോട് ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഇതെല്ലാം കൂടെ പൂഴ്ത്തി അണ്ടക്കകത്ത് വെച്ചോ. ആർക്കും കൊടുക്കില്ല. പൈസ കൊടുക്കത്തില്ല. വന്നിരിക്കുന്നു.